നമ്മുടെ ശരീരത്തിലെ അനവധി സന്ധികളുണ്ട്. അതിൽ ഏത് സന്ധിയിൽ വേണമെങ്കിലും സന്ധി തേയ്മാനം വരാം. കാൽ മുട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സന്ധി. ഇതാണ് നമ്മുടെ കാലിലെ മുട്ടിൻ്റെ മോഡൽ. ഇത് നമ്മുടെ തുടയിലെ എല്ല്, ഇത് നമ്മുടെ കാലിൻ്റെ എല്ല്, ഇത് മുട്ടിൻ്റെ ചിരട്ട. അപ്പോൾ ഈ രണ്ട് മുട്ടുകൾക്ക് ഇടയിൽ ഒരു കുഷൻ പോലെ നീല കളറിൽ കാണുന്നത് അതിന് നമ്മുടെ കാർട്ടിലേജ് അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയും. അപ്പോൾ ഈ സാധനമാണ് നമ്മൾക്കൊരു കുഷൻ അല്ലെങ്കിൽ വാഷർ പോലെ ആക്ട് ചെയ്യുന്നത്. തേയ്മാനം വരുമ്പോൾ ഈ വാഷർ ക്രമേണ തേഞ്ഞ് എല്ല് മുട്ട് രണ്ടും തമ്മിൽ ഉരയാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ സന്ധിവാതം അല്ലെങ്കിൽ മുട്ട് തേയ്മാനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മുട്ട് തേയ്മാനം വരുന്ന കാരണങ്ങൾ? ഒന്ന് പ്രായം, നമ്മുടെ മുടി നരയ്ക്കുന്ന പോലെ തന്നെ ഈ കാർട്ടിലേജിന് നാശം സംഭവിച്ചത് ചെറുതായിക്കൊണ്ടിരിക്കും. പിന്നെ വാദസംബന്ധമായ അസുഖങ്ങൾ, ഈ സന്ധിവാദം, ആമവാദം എന്നൊക്കെ പറയുന്ന ആ പലതരം വാദങ്ങൾ കൊണ്ടുവരാം. സ്പോർട്സിൽ ആക്ടിവിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ഇത് വരാറുണ്ട്. പിന്നെ അമിത വണ്ണം, ഇത്രയും ലോഡ് ആ മുട്ടിലോട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ആ തേയ്മാനം വരും. ഏറ്റവും അധികം രോഗം മൂർച്ഛിച്ചിട്ട് പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഈ രോഗലക്ഷണങ്ങൾ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിൻ്റെ തുടക്കത്തിലെ രോഗലക്ഷണങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, വേദന എപ്പോഴും ഉണ്ടാവില്ല. നമ്മൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ പടികൾ കയറുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് നടക്കുമ്പോൾ മുട്ടിനൊരു വേദന വരിക, ചെറിയ നീര് വരിക. അപ്പോൾ തുടക്കത്തിൽ അതിൻ്റെ ചികിത്സ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്യാം. പിന്നെ അതിന് മുട്ടിൻ്റെ ലൂബ്രിക്കേഷൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ള കുറച്ച് മരുന്നുകളുണ്ട്. അപ്പോൾ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നിൽ തന്നെ നമുക്ക് രോഗം മാറ്റാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും. അപ്പോഴാണ് നമ്മൾ അതിനെ വേറെ ചില ചികിത്സകൾ, അതിനകത്ത് കുറച്ച് ഇഞ്ചക്ഷനുകളുണ്ട്, ആർത്രോസ്കോപ്പി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുണ്ട്. അപ്പോൾ ആ ഒരു ഇടയ്ക്കുള്ള സ്റ്റേജിൽ അതാണ് വരുന്നത്.